11 മണി കഴിഞ്ഞു. കൂടുതൽ സംസാരിച്ച് വഷളാക്കണില്ല. എല്ലാവരും ഉറങ്ങേണ്ട സമയമാണ്. എടാ, ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഏറ്റവും വലുത്. അതായത് ചൈനയെ സംബന്ധിച്ച് ഏറ്റവും വലുത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇനി ബാക്കിയുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ, ചൈനയിൽ ക്വാളിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചൈനയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും ഒട്ടുമിക്ക റാങ്കിങ് ആണ്. അപ്പോൾ എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാച്ചിലർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാച്ചിലർ ആണെങ്കിൽ മിനിമം +2 ഒരു 80% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും പറയും ചൈനയിൽ സ്കോളർഷിപ്പ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന്. പക്ഷേ ഈ സ്കോളർഷിപ്പ് കിട്ടേണ്ട ക്വാളിഫിക്കേഷനിൽ മാർക്ക് ഏറ്റവും വലിയ ഘടകമാണ്. ഹായ് 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 what deal here, bro? Nothing, man. I'm just talking about the free education in China and the qualification, some kind of things. ഓക്കെ, അപ്പോൾ കാര്യത്തിൽ തിരിച്ചു വരാം. അപ്പോൾ +2 ഒരു 80% മാർക്കുള്ള ഒരാൾക്ക് ചൈനയിൽ നമുക്ക് ഫുള്ളി ഫണ്ട് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആ കുട്ടിക്ക് നമുക്ക് ട്യൂഷൻ ഫ്രീ, ഹോസ്റ്റൽ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഇനി